രാജ്യത്തെ ഇന്ധന വിപണിയിൽ വിപ്ലവത്തിന് വഴി തുറന്ന് എഥനോൾ മിശ്രിത ഇന്ധനമായ E85ന്റെ വരവ്. പെട്രോളിനേക്കാൾ ഗണ്യമായ വിലക്കുറവിലായിരിക്കും E85 ലഭ്യമാക്കുകയെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. 85% എഥനോളും 15% പെട്രോളും അടങ്ങിയതാണ് E85 ഇന്ധനം. രാജ്യത്തെ ആദ്യ E85 ഇന്ധന പമ്പ് പരിസ്ഥിതി ദിനമായ ഇന്നലെ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഓയിൽ പമ്പിലാണ് E85 ഇന്ധന വിതരണം ആരംഭിക്കുന്നത്. ഇന്ധനത്തിന്റെ വില ഇന്നാണ് പുറത്തുവിടുന്നത്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. E85 ഇന്ധനത്തിനായുള്ള കരട് നിയമങ്ങൾ സർക്കാർ ഉടൻ വിജ്ഞാപനം ചെയ്യും. ആദ്യഘട്ടത്തിൽ ഡൽഹി, NCR, മുംബൈ, പുനെ, നാഗ്പൂർ കോറിഡോറുകളിലായി 100 E85 വിതരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഡിസംബറോടെ എണ്ണം 500 ആക്കും. 2027 അവസാനത്തോടെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലായി 5000 എണ്ണം തുടങ്ങും. രാജ്യത്തെ ആദ്യ ഫ്ലെക്സ് ഫ്യൂവൽ കാറായ മാരുതി സുസുക്കി വാഗൺ ആർ ഫ്ലെക്സ് ഫ്യൂവലിന് പുറമെ ഹീറോ മോട്ടോ കോപ്പ് ഫ്ലെക്സ് ഫ്യൂവൽ ബൈക്കുകളും പുറത്തിറക്കിയിട്ടുണ്ട്. ഡീസലിലും ബയോഫ്യൂവൽ മിശ്രിതങ്ങൾ ചേർക്കുന്നത് പരിഗണനയിലാണെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഡീസൽ 15% വരെ ഐസോബ്യൂട്ടനോൾ ചേർക്കാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത്. എഥനോളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഐസോബ്യൂട്ടനോളിന് എഥനോളിനേക്കാൾ ഊർജ്ജക്ഷമത കൂടുതലാണ്. എഞ്ചിനുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ ഉപയോഗിക്കാൻ സാധിക്കും. ബയോഡീസൽ, ഹൈഡ്രജൻ, CNG തുടങ്ങിയ ഇതര ഇന്ധനങ്ങളുടെ ഉപയോഗം വ്യാപകമാക്കാൻ ഗതാഗത മന്ത്രാലയം ഇതിനകം ചട്ടങ്ങളിൽ ഭേദഗതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.